എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, അതായത് ജോലി എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത് കുറെ പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടാണ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് സ്വപ്നം കണ്ടിട്ട് വന്നിട്ടുള്ള, ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫേം അല്ല അത്. അപ്പോൾ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ഉറങ്ങാത്ത രാത്രികളുണ്ട്, ഒരുപാട് കരഞ്ഞ രാത്രികളുണ്ട്. പക്ഷെ അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനെ ഡ്രൈവ് ചെയ്ത് ഒരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിൽ തന്നെ ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയത്. ഇങ്ങനെ ഈ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഫീലിംഗ് കുർത്തീനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ ആളെനിക്ക് ഒരു നല്ലൊരു കട്ടറേയും 2 സ്റ്റിച്ചേഴ്സിനെയും എനിക്ക് തന്നിട്ട് പറഞ്ഞു, അങ്കമാലിയിൽ നമുക്കൊരു കുഞ്ഞ് ഷോപ്പ് എടുക്കാം. അപ്പോൾ എനിക്കൊരു വെല്ലുവിളി വന്നു. 3 മാസമേ ആയിട്ടുള്ളൂ, ഞാൻ ഈ കട തുടങ്ങണോ, ഇത് എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്കുള്ള പ്രശ്നം വെച്ചാൽ മമ്മിയില്ല, കുട്ടീനെ നോക്കാൻ, ഉള്ള മോനെ നോക്കാൻ ആരുമില്ല, അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയും. എല്ലാ കിട്ടാവുന്ന പണികളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് സ്റ്റൈലിഷ് എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് ബിസിനസ്സിലെ റിജക്ഷൻ അവിടെ നിന്നായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ആൾ പറഞ്ഞു, പ്രിമയ്ക്ക് താല്പര്യമില്ല ഇവിടെ നിൽക്കണമെങ്കിൽ പ്രിമ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു തോന്നി, എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ തന്നെ ശരി, ഇതൊന്നും നമുക്ക് പറഞ്ഞ പരിപാടിയല്ല, നമ്മുടെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മളെ ആളുകൾ എങ്ങനെ പറ്റിക്കാന്ന് അറിയില്ല, നമ്മൾ ഓരോ കെണിയിലും കറക്റ്റായിട്ട് ഞാൻ പോയി വീഴുകയും ചെയ്യും. അപ്പോൾ നമ്മളത് നിർത്താൻ തന്നെ കരുതി. പക്ഷെ അവിടെയാണ് എനിക്ക് കസ്റ്റമേഴ്സ് തന്നൊരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ പ്രിമ പറഞ്ഞതുപോലെ ഒരുപാട് പെയിൻ സഹിച്ച്, ഒരുപാട് റിസ്കുകൾ എടുത്ത്, ഒരുപാട് കളിയാക്കലുകളിൽ നിന്നും ഒക്കെ ഒരു വാശിയുടെ പുറത്താണ് പ്രിമ എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണർ, ഒരു ഫാഷൻ ഓൺട്രപ്രണർ ഉണ്ടായി വരുന്നത്. ലൈഫിൽ എല്ലാവരും ലൈഫിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവും. പ്രിമയോട് ഞാൻ ചോദിക്കുകയാണ്, ലൈഫിലെ പ്രൗഡ് മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നോട്? നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. സ്പാർക്കിന്റെ ഇന്റർവ്യൂ ഞാനും രംഗു എടുത്തു തുടങ്ങിയതിന് ശേഷം വളരെ അവിചാരിതമായിട്ടാണെന്ന് തോന്നുന്നു എല്ലാം തന്നെ ഒരുപാട് വനിതാ സംരംഭകരെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇന്നിങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇന്നും നമ്മുടെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റ് വന്നിരിക്കുന്ന ഒരു വനിതാ സംരംഭകയാണ്. വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബ്രാൻഡ് സ്റ്റോറി, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അത്രയും വലിയൊരു ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്തെന്നൊരു കഥ നമുക്ക് കേൾക്കാം. സ്വാഗതം പ്രിമ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ അഭിമാനമുണ്ട്, ഒരുപാട് വുമൺ ഓൺട്രപ്രണേഴ്സിനെ പരിചയപ്പെടുത്താൻ സാധിച്ചു. എവിടെ സ്വദേശമൊക്കെ വരുന്നത്? എൻ്റെ ശരിക്കും പ്ലേസ് ഞാൻ തൃശ്ശൂരാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ളത് അങ്കമാലിയിലേക്കാണ്. തൃശ്ശൂർ ജില്ല തന്നെ? തൃശ്ശൂരാണ്. വിദ്യാഭ്യാസമൊക്കെ എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ബിടെക് കഴിഞ്ഞ് പിന്നെ എംടെക്കും കൂടി എടുത്ത ഒരു പ്രൊഫഷണലാണ്. പക്ഷെ പിന്നെ നമ്മൾ വന്ന ഒരു ഇതെന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് കോൺസെപ്റ്റിലേക്കാണ്. അപ്പോൾ പാരൻസിനൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിടെക് കഴിഞ്ഞ ഒരു എഞ്ചിനീയർ, എല്ലാ സമയത്തെ പോലെ അവരുടെ ആ ഒരു ട്രെൻഡ് അങ്ങനെയായിരുന്നു, ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓൺട്രപ്രണർ എന്ന ലെവലിലേക്ക്. അതും ഒരു ഡ്രസ്സിന്റെ ഇൻഡസ്ട്രിയിൽ ഒട്ടും ചേരാത്ത ആളുകൾ ചിന്തിക്കുമ്പോൾ. പക്ഷെ വളരെ രസമായിട്ട് എൻ്റെ ഒരു രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞു, അപ്പനും അമ്മയും സ്കൂളിലെ അധ്യാപകരായിരുന്നു. അവര് ടീച്ചേഴ്സ്, ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു. അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോൾ ഉറപ്പിക്കാലോ, അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്ങനെയാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച ഒരു പ്രൊഫഷണൽ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹമായിരുന്നത്. അതുപോലെ അപ്പച്ചനാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ബിടെക് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ ആവണം എന്നില്ല പ്ലാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വേറൊരു സ്റ്റൈലായിരുന്നു എൻ്റെ ഒരു പ്രൊഫഷണൽ വേ എന്ന് പറയുന്നത്. എവിടുന്നാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ലൈഫിൽ? ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ മമ്മി എന്ന് പറഞ്ഞൊരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനോട് അത്ര വലിയ ഒരു ആവശ്യത്തിന് ഡ്രസ്സ് വേണം മനുഷ്യന്, അത്രേ വേണ്ടു. അല്ലാണ്ട് ഇതിൽ വലിയ ഫാഷൻ ട്രെൻഡ്സ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആളുടെ മുമ്പിൽ എനിക്കൊരു അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മളവിടെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഇരിക്കലേ നമുക്കതൊന്നും പറ്റില്ല. ഞാൻ ആ ഒരു ആഗ്രഹത്തെ അങ്ങനെ മൂടി വെച്ചു. എൻ്റെ കൂടെ പഠിച്ച എനിക്ക് ആർക്കും പോലും അറിയണ്ടാവില്ല ഞാൻ ഡ്രസ്സിനോട് ഇത്രയും പാഷനേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. കാരണം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു വീടല്ല. മമ്മി ഓടിക്കും, ഉറപ്പുള്ള കേസാണ്. പക്ഷേ ഞാൻ ജോലിയിൽ എനിക്ക് ശോഭിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വലിയ സത്യമുണ്ട്. കാരണം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ വിചാരിച്ചൊരു പെർഫോമൻസ് എനിക്ക് എൻ്റെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഞാനതിൽ എന്താ പറയുക നല്ലൊരു രീതിയിൽ വിഷമിച്ചിട്ടുമുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ അമ്മയുടെ ഒരു മരിച്ചു. അപ്പോൾ ആളതിന് ഒരു 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് എന്താണ് ഇഷ്ടമെങ്കിൽ നീ അത് ചെയ്തോ, കുഴപ്പമില്ല, ഇനി നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തന്നേക്കണോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതെപ്പോഴും വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തില്ല. കാരണം നമുക്ക് അങ്ങനെ മമ്മി ഉണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് മമ്മിക്ക് അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ആൾ ആഗ്രഹിച്ചത് അതല്ല. ഞാൻ അതിനെ വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ പിന്നീട് ദൈവം എനിക്കത് ഒരുക്കിയ ഒരു അവസരം തന്നെയായിരുന്നു എന്നുള്ളത് സാഹചര്യങ്ങൾ നമ്മളെ
മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ, അപ്പം കല്യാണം കഴിഞ്ഞിട്ടാണ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നത്? കല്യാണം കഴിഞ്ഞ് ഞാൻ എംടെക് ചെയ്തത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് ജോലി കുറച്ച് ദിവസം പോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രഗ്നൻസിയും കാര്യങ്ങളും വന്നു, അതങ്ങനെ നമുക്ക് തുടരാൻ പറ്റിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അമ്മ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ അപ്പച്ചൻ തന്നെയായി. പിന്നെ നാട്ടിൽ നമുക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞങ്ങൾ കോയമ്പത്തൂരായിരുന്നു 7 വർഷം. അപ്പോൾ അവിടെ അത് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ ഞാനൊന്ന് പൊടിതെറ്റിയെടുത്തു. ഇതാവും ഇനി എനിക്ക് എന്നുള്ളത് എനിക്ക് സ്വപ്നം തോന്നി തുടങ്ങി. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, അതായത് ജോലി എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത് കുറേ പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതായിരിക്കും. കാരണം പിന്നെ അതിനൊക്കെയുള്ള എല്ലാ പ്രൂഫുകളും ദൈവന്റെ മുമ്പിൽ എനിക്ക് കാണിച്ചു തന്നു. ഓൺട്രപ്രണർ ആവുകയാണ്. അതെ, പെട്ടെന്നല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ 2016 മുതൽ തുടങ്ങിയ എൻ്റെ റിസർച്ചാണ് ഇന്ന് 8 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ അതിൽ ഒരുപാട് സ്വപ്നം കണ്ടിട്ട് വന്നിട്ടുള്ള, ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫേം അല്ല അത്. അപ്പോൾ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ഉറങ്ങാത്ത രാത്രികളുണ്ട്, ഒരുപാട് കരഞ്ഞ രാത്രികളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ബിസിനസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു എന്നുള്ളത് സിറ്റുവേഷൻ ആയിരുന്നു. യെസ്, നമ്മൾ ഈസി ആവുന്ന വിചാരിച്ചേ. കാരണം പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടാണ് ഇതിൻ്റെ എന്തിലേക്ക് നമ്മൾ പറയില്ല, നേരിട്ട് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ചൂടും ഇതും അറിയാന്ന്. നന്നായി അറിഞ്ഞ് വർഷങ്ങളുണ്ട്. യെസ്, ഹൃദയത്തിലേക്ക് നല്ലോണം കൊണ്ടിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനെ ഡ്രൈവ് ചെയ്ത് ഒരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിൽ തന്നെ ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ ഞാനൊരു സാധാരണ വീട്ടമ്മയായി ഒരു ചെറിയ പേജ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു പേജ്, ഒരു കുറച്ച് ഷോപ്പ് അല്ലെങ്കിൽ സെല്ലിങ് അങ്ങനെയൊക്കെ ചിന്തിച്ചേനെ. പക്ഷെ അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് ചില സിറ്റുവേഷൻ നമ്മളെ ഡ്രൈവ് ചെയ്തതാണ്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡ്രൈവ് ചെയ്തു, നമ്മൾ പെയിൻ അനുഭവിച്ചു, നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്തു ഒക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്? ഏത് വർഷമാണ് വരുന്നത്? ആക്ച്വലി ഞാൻ 2016 മുതൽ ഞാൻ കോയമ്പത്തൂർ താമസിച്ചിരുന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ അവിടെ സൽവാർ സ്റ്റിച്ച് ചെയ്യാൻ 850 റുപ്പീസാണ്. അപ്പോൾ അന്നേ ഞാൻ ഞെട്ടിയിട്ടുണ്ട്, എൻ്റെ അമ്മ ഇത്ര രൂപയോ. പക്ഷെ അന്ന് ഞാൻ അതിനെ മനസ്സിലാക്കിയിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഓക്കെ നമ്മളത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് വർക്കേഴ്സിനെയൊക്കെ വെച്ച് നോക്കാം. അപ്പം അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു. അമ്മയൊക്കെ വഴക്ക് പറയും, അപ്പട്ടം പോയിരുന്ന ഈ പണിയാണോ, അവരുടെ കാശുകളെ. അപ്പനോട് പറയും ഹസ്ബൻഡ് ഇതിൽ ജീവിക്കണം, അവനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയും. ഞാൻ പറയാം ഓക്കെ, ആള് പക്ഷെ അതിനൊക്കെ ഇഷ്ടമായിരുന്നു, നീ ചെയ്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസരം നമുക്ക് 2017 വന്നപ്പോൾ നമ്മൾ അപ്പം തന്നെ അതിനൊരു പ്രൊഫഷണൽ വേയിൽ ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ദിവസം നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സാരി സൽവാറൊക്കെ ഞാൻ കൊടുത്തു തുടങ്ങി, ഒരു പേജും തുടങ്ങിയായിരുന്നു. അത് കൊടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയല്ല, ഇതിന് കുറച്ചും കൂടി നമുക്കൊരു പ്രൊഡക്റ്റ് എന്താ നമ്മുടെ പേരിലൊരു പ്രൊഡക്റ്റ് എന്തെങ്കിലും പറ്റുമോ. റീസെല്ലിംഗ് വേണ്ടെന്നല്ല, നമ്മുടെ ഒരു ഈ ഇങ്ങനെ വെറുതെ ഇരിക്കാത്ത ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലുമൊക്കെ അവരായിട്ട് തുടങ്ങണം. ഒരു ടൈപ്പ് വീഡിയോയിലൊക്കെ ഇങ്ങനെ ചാടിത്തുള്ളി ഭയങ്കര പാടാണ്, കാരണം ഞാൻ ഇരിക്കുന്ന ആളല്ല. പക്ഷെ അന്ന് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, അന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഫീഡിംഗ് കുർത്തി എന്ന് പറഞ്ഞൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫീഡിംഗ് കുർത്തി മെറ്റേണിറ്റി വെയർ ആണ് അന്ന് നിലവിലുള്ള ബ്രാൻഡ്സ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അന്ന് എൻ്റെ മകനാകെ ഒരു 7 മാസം ഉണ്ടായുള്ളൂ. ഞാൻ നോക്കുമ്പോൾ കുറെ ഇങ്ങനെ ലോഹ പോലെ നമ്മൾ പറയില്ലേ, പൂക്കളൊക്കെ ഉള്ള ഒന്നും കൂടി ഒരു മെറ്റേണിറ്റി വെയർ തന്നെ കണ്ടാൽ പറയുന്ന ഒരു ഫീലുള്ള സംഭവങ്ങൾ. പക്ഷെ ഞാൻ അതിനോടൊട്ട് യോജിക്കുന്ന ഒരാളല്ല. നമ്മളൊരു കണ്ടാൽ അതായത് മെറ്റേണിറ്റി മോശമെന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് ആ ഒരു ഡ്രസ്സിങ് എപ്പോഴും ഒരേ സ്റ്റൈൽ കൊണ്ടുപോകാൻ ഇഷ്ടം, ഒരു ക്ലാസി എലഗൻ ആ ഒരു ലുക്ക് ഫീൽ എനിക്ക് വേണം. അപ്പോൾ ഞാൻ നോക്കി അതിൽ നമുക്കൊരു സാധ്യത ഉണ്ടോ എന്ന് നോക്കി. ഞാൻ ആ സാധ്യതേനെ ഞാനൊന്ന് എൻ്റേതായിട്ടുള്ള ക്ലോത്തുകളൊക്കെ വാങ്ങി ഞാൻ ട്രയൽ ചെയ്യാൻ പോകാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ നോക്കി ഞങ്ങളൊരു സ്റ്റാൻഡ്, നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് വേണം. അപ്പം ആ സ്റ്റാൻഡ് അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ് ശരിക്കും സ്റ്റൈലിഷ് സ്റ്റാർട്ട് ചെയ്തത്. അത് ആ ഒരു സ്റ്റാൻഡ് നമ്മൾ OLX കണ്ടു, അത് വാങ്ങാൻ വേണ്ടി കോതമംഗലം വരെ പോയി. അപ്പം നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് എടുക്കാൻ പോയപ്പോൾ ഒരു ആസാമി എന്താ പറയുക ഒരു ചേട്ടനെ പരിചയപ്പെടുന്നു. ആൾ കട്ടിങ് മാസ്റ്റർ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹങ്ങളുണ്ട്, ചേട്ടയ്ക്ക് തയ്ച്ചു തരാമോ. പക്ഷെ എനിക്ക് ആ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മലയാളം പറയും. നമുക്കാണെങ്കിൽ ഒരു ഹിന്ദി എന്ന് പറഞ്ഞ ഒരു അക്ഷരം അറിയില്ല. കാര്യം പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്കൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ സംഭവം റിലേറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ആളെന്നോട് പറഞ്ഞു ചേച്ചി കൊണ്ടുപോവാ നമുക്ക് തരാം എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു വാചകം, അവരാ പറയുന്ന സ്റ്റൈലും സ്നേഹത്തോടെയുള്ള സംസാരമൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറേ ദിവസങ്ങളിൽ ഞാനും ഹസ്ബൻഡും എല്ലാ ശനിയാഴ്ച, ആൾ ഇവിടെ ഇല്ല, ആള്
തിങ്കൾ ടു വെള്ളി ഇവിടെ ഉണ്ടാവില്ല, ശനി ഞായറാണ്. അപ്പോൾ ആൾ കോയമ്പത്തൂരെ വർക്ക് ചെയ്യണം, വീക്കെൻഡ്സിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ശനി ഞായറും ഞങ്ങൾ ഇതും കൊണ്ട് കോതമംഗലത്തിന് പോകും. അപ്പൊ അവിടെ ഇരുന്ന് അയാൾ അത്യാവശ്യം മാക്സിമം ഉറപ്പിക്കും. കാരണം നമ്മുടെ കുറെ ഐഡിയകൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കുറേ ഹിറ്റായി. അതായത് മെറ്റേണിറ്റി വെയർ എന്ന കോൺസെപ്റ്റ് മാറി ഫീഡിങ് കുർത്തീനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പൊ ശരിക്കും ഞാൻ പറയാ, ഉള്ളിൽ നമ്മൾ പറയില്ലേ എനിക്ക് വട്ടായതാണ്, കാരണം ഞാൻ ചെയ്ത കുറേ സാധനങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. കെട്ടിയോട് പറയോ ചേട്ടാ നമ്മളറിയാം നമ്മൾ അതുകൊണ്ട് അതെ, ആ ഒരു ഫീലായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇത്ര ഇഷ്ടപ്പെടാൻ മാത്രം ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. കാരണം ഞാനൊരു ഫാഷൻ ഡിസൈനർ അല്ല, ഞാനൊന്നുമല്ല. ഞാനിതിരുന്ന് എൻ്റെ കുത്തിക്കുറിക്കുന്ന കുറേ സംഭവങ്ങൾ പണിയെടുക്കും, നന്നായിട്ട് കഷ്ടപ്പെടാൻ ഇഷ്ടമുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഞാൻ ആ കിട്ടിയ ആക്സെപ്റ്റൻസിനെ ഞാൻ ഒന്നും കൂടി ആളുമായിട്ട് നന്നായി സംസാരിച്ചു. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഈ ശനി ഞായറും വരുന്ന ഈ കഷ്ടപ്പാടിനെ ഞാനൊരു യൂണിറ്റ് ഇട്ട് തരട്ടെ, അപ്പൊ എനിക്കും ശല്യം ഒഴിവാവും, നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവ് ചെയ്ത് പൊക്കോളൂ ചെയ്തു. നോക്കിയപ്പോ വന്നിരുന്ന ലോകത്ത് ചെയ്യാൻ പറ്റാത്ത ഡിസൈനാണ്, ഭയങ്കര കോംപ്ലിക്കേഷനിൽ ഞാൻ ചിന്തിക്കുള്ളൂ. അപ്പൊ ആളെനിക്ക് ഒരു നല്ലൊരു കട്ടറേയും 2 സ്റ്റിച്ചേഴ്സിനെയും എനിക്ക് തന്നിട്ട് പറഞ്ഞു, അങ്കമാലിയിൽ നമുക്കൊരു കുഞ്ഞ് ഷോപ്പ് എടുക്കാം, അപ്പോൾ അവർ നിങ്ങളുടെ അവിടെ അത് ഡിസൈൻസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് അങ്ങനെയൊന്നും മനസ്സിലില്ല കേട്ടോ, കാരണം ആകെ ഒരു ഫേസ്ബുക്കേ അറിയുള്ളൂ, അതിൽ കൂടെ എന്തെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമേ അതുള്ളൂ. കാരണം ഞാൻ കസ്റ്റമേഴ്സിന് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, അത് മാനിക്യൂറിൽ സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓർഡേഴ്സ് എടുക്കുന്ന ഒരു രീതിയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഓർഡേഴ്സ് എടുത്തപ്പോഴാണ് ആക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് അങ്കമാലിയിൽ ഇട്ടപ്പോഴും എൻ്റെ മനസ്സിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അത് പോസ്റ്റ് ചെയ്യുക, സെല് ചെയ്യുക, അത്രയൊക്കെ ഞാൻ അതിനെ കരുതിയിട്ടുള്ളൂ. പക്ഷെ ആ കിട്ടിയ ആക്സെപ്റ്റൻസ് നമുക്ക് തന്നൊരു ധൈര്യം, അതുപോലെ കുറേ കസ്റ്റമേഴ്സ്, പ്രത്യേകിച്ച് ഞാൻ എവിടെ നിന്നാണോ തുടങ്ങിയ കോതമംഗലത്ത് നിന്നൊക്കെ അടക്കം ആൾക്കാർ വന്ന് ഇത് കണ്ടോട്ടെ വാങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാനും വിചാരിച്ചു ഇതെന്ത് സംഭവം, ഇവർക്ക് ഇത് കാണാൻ മാത്രം ഉണ്ടോ അത്രയെന്ന് ചോദിച്ചു. അങ്ങനെ അവർ വന്നു തുടങ്ങിയപ്പോൾ നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ വേണമെന്ന് നിർബന്ധമായി. ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ മെഷീനറി മേടിക്കണം, സ്റ്റാഫിന് സാലറി കൊടുക്കണം, നമ്മൾ ഈ ഫീഡിങ് ഇത് കൊടുക്കുന്നത് കൊണ്ട് കുർത്തി കൊടുക്കുന്നതുകൊണ്ട് മാത്രം എല്ലാം നടന്നു പോവില്ല. ഇല്ല. അപ്പൊ ഇത് തുടങ്ങാനായിട്ട് എവിടുന്ന് മൂലധനം? ക്യാപിറ്റലിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോമഡിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ അപ്പനും കുറച്ച് കാശൊക്കെ തരുമല്ലോ, കുറച്ച് സ്വർണ്ണം കടലാക്കരുതെന്ന് അപ്പച്ചന് ഭയങ്കര നിർബന്ധമായിരുന്നു. പപ്പ പറഞ്ഞു ഒരു പൈസ അതീത് എടുത്താൽ ഞാൻ നല്ല സ്വഭാവം അറിയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലപ്പാ കുഴപ്പമില്ലാന്ന്. അങ്ങനെ ഞാൻ ചേട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് പപ്പയോട് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നീ കുറച്ച് കാശിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും ഒരു റൂം എടുക്കണമെങ്കിൽ അഡ്വാൻസ് വേണം. ഇപ്പം നമ്മൾ പറയും 0 അങ്ങനെ പറ്റൂല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു അഡ്വാൻസ് കൊടുത്ത് ഒരു റൂം വാങ്ങാനുള്ള ധൈര്യം കാണിക്കണം, അതായത് റെന്റിന് എടുക്കാൻ. അപ്പം ആ എമൗണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് കുറച്ച്, കാരണം നമ്മൾക്ക് അപ്പം പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേകത സ്വർണ്ണമൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ കറക്റ്റ് അപ്പന്മാർക്കും അറിയാം കറക്റ്റായിട്ട് എന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പം അപ്പച്ചൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം അപ്പം പറഞ്ഞു ഇതെടുത്തിട്ടുള്ള ഒരു പരിപാടി ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. വീടൊക്കെ വെച്ചു അതിനൊന്നും കുഴപ്പമില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് പണയം വെച്ച് ഞാൻ അഡ്വാൻസും കാര്യങ്ങളും സെറ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി, ഞാനത് ബാങ്ക് ഓഫ് ബറോഡയിൽ മാനേജറെ കാണിച്ചു, എനിക്ക് ഇങ്ങനെ ഫണ്ട് വേണം, ഒരു 3 ലക്ഷം രൂപ തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ. അപ്പൊ മാം പറഞ്ഞു ഓക്കെ നിന്റെ പ്രൊജക്റ്റ് ഒക്കെ രസമുണ്ട് കേൾക്കാം, ഇതുപോലെ നടക്കൂ. അതൊരു വുമണായിരുന്നു. അപ്പൊ ആ മാനേജർ ഒരു വുമണായിരുന്നു. അപ്പൊ ആൾക്കത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ട ആൾക്ക് ഇഷ്ടമായി. അപ്പൊ ആള് പറഞ്ഞ ഓക്കെ നീ ട്രൈ ചെയ്തു നോക്കുന്നു. അങ്ങനെ ഞാൻ ആ പ്രൊജക്റ്റിനെ എടുത്തു. ഞാൻ അവർ ഫണ്ട് റേസ് ചെയ്തു തന്നു, കറക്റ്റ് ഇൻസ്പെക്ഷനും കാര്യങ്ങളും. നമ്മളൊക്കെ പറയില്ല മുദ്ര ലോൺ കിട്ടാൻ പാടാണ്, പക്ഷെ എനിക്കും ആ പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ജെനുവിനിറ്റി നോക്കി കറക്റ്റായിട്ട് എന്നെ നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതുകൊണ്ട് അവരത് എനിക്ക് സാങ്ഷൻ ചെയ്ത് 3 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഞാൻ 2 മെഷീൻ എടുത്തു, പിന്നെ ഒരു കട്ടിംഗ് മാസ്റ്റർ ടേബിള്, ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഭംഗിയായിട്ട് ഒരു 6 മാസം പോയി. അപ്പോൾ തോന്നി ഇങ്ങനെ ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ വേണമല്ലോ എന്ന് എടുത്തു. അപ്പോൾ അടുത്ത നമ്പർ നമുക്ക് വീണ്ടും ഫണ്ട് ഒരു പ്രശ്നമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് നമ്മൾ ഓക്കെ ഇത്രയും ഓർഡേഴ്സ് നമ്മൾ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ബേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീണ്ടും മാനേജർ പറഞ്ഞു ഓക്കെ നിനക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ നമ്മുടെ EMI ഒക്കെ കറക്റ്റാണ്. കാരണം നമ്മൾ ഞാൻ പറയും നമ്മുടെ കാര്യത്തിൽ എനിക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും പണിയെടുക്കും, അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോൾ ഞാനത് വീണ്ടും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ലോൺ സാങ്ഷനായി. അങ്ങനെ ഞാൻ ആ ഒരു ഷോപ്പ് നല്ലൊരു ഫിസിക്കൽ സ്റ്റോർ മറ്റേ അങ്കമാലിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതും ഇതുപോലെ തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അടുത്തൊരു വെല്ലുവിളി എനിക്ക് അവിടെ അത് എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്കുള്ള പ്രശ്നം വെച്ചാൽ മമ്മി ഇല്ല, കുട്ടീനെ നോക്കാൻ ഉള്ള മോനെ നോക്കാൻ ആരുമില്ല, അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയും വരികയാണ്, ഈ കടയും പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്നു. പക്ഷെ അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്തോ പപ്പയുടെ ഒക്കെ ഒരു ധൈര്യമോ, പപ്പ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളൊരു വീട് അതിനോട് വാടകയ്ക്ക് എടുത്ത് അവിടെ നിന്ന് നമ്മൾ കടയും നോക്കി
നമ്മള് കുഞ്ഞുണ്ടായി ഒക്കെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോയി. എല്ലാ സമയവും സർവൈവ് ചെയ്തു. അതെ, എല്ലാ സമയത്തായിരുന്നു. അങ്ങനെ 2020 എത്തി. അപ്പൊ അതിൻ്റെ ഇടയിൽ വെള്ളപ്പൊക്കവും എല്ലാ കിട്ടാവുന്ന പണികളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് സ്റ്റൈലിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2020 ഇതുപോലെ മാർച്ച് എത്തിയപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രഗിള് ഉണ്ടായി. 2 തരത്തിലാണ് ഉണ്ടായത്. കാരണം ഒന്ന്, നമുക്ക് ഒരു സർവൈവ് ചെയ്യാൻ, നമ്മളുടെ ആ ബിൽഡിങ്ങിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമുക്കുണ്ടായി. ആ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് റെന്റിലിരിക്കുന്ന ബിൽഡിംഗ് ഓണറുടെ സപ്പോർട്ട്. അത് പലർക്കും അറിയില്ലെങ്കിലും വേണം. കാരണം അവരുണ്ടെങ്കിലാണ് നമുക്കത്. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ റൂമൊന്നുമല്ല, അപ്പൊ നമ്മൾ റെന്റ് കൊടുത്താൽ നമ്മള് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കും. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പുള്ളി പൊക്കോളാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പക്ഷം എൻ്റെ ഫസ്റ്റ് ബിസിനസ്സിലെ റിജക്ഷൻ അവിടെ നിന്നായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ആൾ പറഞ്ഞു, പ്രിമയ്ക്ക് താല്പര്യമില്ല ഇവിടെ നിൽക്കണമെങ്കിൽ പ്രിമ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചു, നമ്മൾ ചെയ്യാത്ത തെറ്റിനും നമ്മളെ വിധിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫിലൊക്കെ പറഞ്ഞു കേട്ടിട്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു റിജക്ഷൻ അതായിരുന്നു. നമ്മുടെ സൈഡ് കറക്റ്റ് ആയിരുന്നിട്ടും നമ്മൾ റെന്റ് കൊടുക്കുക എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഒന്നും ആലോചിച്ചില്ല, ഞാൻ വേറൊരു ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് അവരൊരു റൂം തരാമെന്ന് എനിക്ക് ആൾ പറഞ്ഞു. പക്ഷെ അപ്പോഴും അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട പക്ഷേ ഞാൻ ആളോട് വിളിച്ചിട്ട് പറഞ്ഞു, എഗ്രിമെൻ്റ് എഴുതാൻ പോലും എനിക്ക് സമയമില്ല, ഇന്ന് രാത്രി എനിക്കത് ഒഴിയണം. കാരണം എനിക്കുണ്ട് ഈ പറയുന്ന ആത്മാഭിമാനവും കാര്യങ്ങളൊക്കെ. ഞാനും അങ്ങനെ ഒരു തെറ്റിന് വേണ്ടിയിട്ട് നിൽക്കില്ല, എനിക്ക് പറ്റില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ നിങ്ങൾ വന്നോ, പക്ഷേ അതിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല, കാരണം ഞാൻ പ്രവാസിയാണ്, ആൾ പുറത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ചേട്ടാ കീ ഒന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, വീണ്ടും നമ്മളെ അടുത്തൊരു അൺഫേവറബിൾ ആയിട്ട് വന്നത് മാർച്ച് 22 ലോക്ക്ഡൗൺ. ഇത് രണ്ടും ഒരേ ദിവസമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ആ ഷോപ്പ് നമ്മൾ ഫുൾ ഷട്ടറിട്ട് ക്ലോസ് ചെയ്തു. നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തു. കാരണം നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ഒരു അവസ്ഥ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ആ സംഭവം മൊത്തം നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇത്രയുള്ളൂ, നമുക്ക് ഈ കട നിർത്താം, നമുക്കിത് പറ്റുന്ന പരിപാടിയല്ല. കാരണം ഹസ്ബൻഡ് അപ്പോഴും പെട്ടൂലോ, കാരണം ലോക്ക്ഡൌൺ അല്ലേ, പിന്നെ സ്റ്റേറ്റ് ബോർഡർ കിടക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ ആക്ച്വലി ഇത് നിർത്താം, അതായത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. അപ്പൊ എനിക്കൊരു തോന്നി, എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ തന്നെ ശരി, ഇതൊന്നും നമുക്ക് പറഞ്ഞ പരിപാടിയല്ല, നമ്മുടെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മളെ ആളുകൾ എങ്ങനെ പറ്റിക്കാന്ന് അറിയില്ല, നമ്മൾ ഓരോ കെണിയിലും കറക്റ്റായിട്ട് ഞാൻ പോയി വീഴുകയും ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ശരിക്കും നമ്മളിങ്ങനെ പല സാഹചര്യങ്ങളിൽ പെട്ടുപോവാണ്. കാരണം നമുക്കറിയില്ലല്ലോ. ഇപ്പൊ അന്നെ പറയാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് ഞാൻ അതിന്റെ ഫ്യൂച്ചർ ചിന്തിച്ച് അല്ലെങ്കിൽ ആൾ എനിക്ക് ദോഷമാണോ നല്ലതാണോ ചെയ്യുന്നതൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധബുദ്ധിയൊന്നും ആ സമയത്തില്ല. കാരണം എനിക്കും വന്ന് 26 വയസ്സേ ഉള്ളൂ, ഞാൻ പഠിച്ചിറങ്ങി അങ്ങനെ ഒരു ഫീൽഡ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളത് നിർത്താൻ തന്നെ കരുതി. പക്ഷെ അവിടെയാണ് എനിക്ക് കസ്റ്റമേഴ്സ് തന്നൊരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ കുറേ കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞൊരു വാചകം, പ്രേമയ്ക്ക് സെയിൽ ഇല്ലാണ്ടല്ല, പ്രേമയുടെ പ്രൊഡക്റ്റ് മോശമായിട്ടല്ല, പക്ഷെ പ്രേമയ്ക്ക് ബിസിനസ് എന്താണെന്ന് അറിവില്ലാത്തത് കൊണ്ടാണ് ഇത്രയും പേര് പ്രേമേനെ പറ്റിക്കണതും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇൻഡസ്ട്രി അല്ല, നമ്മൾ പഠിച്ചിട്ടില്ല, അറിയൂല, ഇതൊന്നുമല്ല, ടെക്സ്റ്റൈൽസ് എന്നൊന്നും പറഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു വാചകം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എന്നോട് അപ്പച്ചനും പറഞ്ഞു, ഈ പരിപാടി നിർത്തി കുട്ടികളെയൊക്കെ നോക്കി ഭംഗിയായിരുന്ന അവനൊരു നല്ല ലൈഫ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനത് വിരോധമില്ല, ഇനിയും ചെയ്യാൻ, ഞാൻ ചെയ്തോട്ടെപ്പാന്ന് ചോദിച്ചു. ചെയ്തോ, കുഴപ്പമില്ല എന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും അവരുടെ ഒരു നല്ലൊരു സപ്പോർട്ട് കൊണ്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അടുത്ത വെല്ലുവിളി വന്നു, നമുക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ മെറ്റേണിറ്റി വെയർ ഒരു മനുഷ്യന് ആവശ്യമില്ല. ഗർഭിണികളെല്ലാം വീട്ടിലിരിക്കണം, അവർക്ക് പുറത്തു പോകാൻ പാടില്ല, പാർട്ടികളില്ല, ഫംഗ്ഷനുകളില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ 20 ലക്ഷത്തിന്റെ സ്റ്റോക്കും പിടിച്ച് ഈ ഇരിപ്പായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ മെറ്റേണിറ്റി വെയർ ഉള്ളൂ, ഇത് ആർക്കും ആവശ്യമില്ല. അപ്പൊ 20 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കയ്യിലുണ്ട്. കടയുടെ ഇന്റീരിയർ എല്ലാ മെഷീൻസ് സാധനം ഒക്കെ അവിടെ വേസ്റ്റ് ആയി. കാരണം നമ്മൾ ആർക്കാ വേണ്ട, ആ സമയത്ത് ആർക്കും വേണ്ടല്ലോ, എല്ലാം നമ്മുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇനിയിപ്പോൾ ഇതിനെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കറിയില്ല, ഇതിനെങ്ങനെയാ കൊണ്ടുപോകേണ്ടതെന്ന്. വീണ്ടും ഞാൻ ഇരുന്ന് ചിന്തിച്ചു നോക്കി. ഓക്കെ, എന്തായാലും ഇറങ്ങി തിരിച്ചു, ഇനി വീണ്ടും നമുക്കതിനൊരു വഴി കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ചിന്തിച്ചു നോർമൽ ഹാൻഡ് വർക്ക് ടു കുർത്തീസ്. അത് ഇപ്പൊ എന്തായാലും നമുക്ക് കിട്ടാനുണ്ട്, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ എൻ്റെ ക്രിയേറ്റിവിറ്റി അതിലെവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കി. ഞാൻ ഇരുന്ന ഒരു ഷോപ്പായിരുന്നു. ആ ഷോപ്പിൽ ഞാൻ കുറച്ച് വർക്കേഴ്സിനെ വീണ്ടും ആഡ് ചെയ്ത്
ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കോവിഡിന്റെ സമയത്ത് 2020 വിട്ടുകൊടുത്തില്ല. പക്ഷെ എനിക്ക് ആകെ ആ സമയത്ത് ഒരു വിഷമം വെച്ചാൽ ഹസ്ബൻഡ് കൂടിയില്ല. അപ്പൊ ഷോപ്പ് ഇട്ട് തുടങ്ങുകയും ചെയ്തു, ആളോട്ട് കൂടിയില്ല. ഇത് എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം എന്നൊരു പിടിയില്ല. പിന്നെ പ്രത്യേകിച്ച് അമ്മമാരില്ലാത്തവർക്ക് മനസ്സിലാവും. നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആദ്യം പോയിട്ട് അമ്മമാരോടൊന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമല്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് അനുഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കിപ്പോൾ അവിടെ ഇരുന്നിട്ട് എല്ലാ മെന്റൽ സപ്പോർട്ടും തരാൻ പറ്റും. പക്ഷെ അതല്ലാണ്ട് ഫിസിക്കലി നമ്മുടെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം, ആ സംഭവം നമുക്ക് ഇപ്പോൾ 8 വർഷമായിട്ട് ഞാൻ പറയാം സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ആ ഒരു വെല്ലുവിളി കൂടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആള് വന്നപ്പോൾ ഈ നമ്മളുടെ രീതി ഒന്ന് ഞാൻ മാറ്റിപ്പിടിച്ചു, നോർമൽ ഡ്രസ്സിലേക്കായി. പക്ഷെ ഈ നോർമൽ ഡ്രസ്സ് എങ്ങനെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും? കാരണം ഇത് ആൾക്കാർക്ക് അറിയില്ല ഞാനിങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട്. ഈവൻ ഫേസ്ബുക്കിൽ ഇട്ടാലും അതിനത്രത്തോളം, അതായത് ഇത്രയും കോമ്പറ്റീഷൻ നിൽക്കുന്ന ഈ ഒരു ഫീൽഡിനകത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് എങ്ങനെ ആൾക്കാർക്ക് അറിയിക്കും? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഇഹലയും മാഡം ഒക്കെ നല്ല വീഡിയോസ് ചെയ്യണം ഞാൻ കണ്ടത്. അപ്പൊ ആള് സാരിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, എന്ത് രസമാണ് മാമിന്റെ വീഡിയോസ് കാണാൻ. അപ്പൊ ഞാൻ എന്റെ മോനടക്കം പറയും ഐ നോഹ സുജു ഫ്രം യുഹാ ഡിസൈൻസ്. അപ്പൊ ഞാൻ അത്രയും കാണുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ മാഡത്തിന്റെ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചെയ്യുന്നത് കുർത്തിയാണ്, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ പ്രസന്റ് ചെയ്തുകൂടാ? അപ്പോൾ അതിൽ ഓരോ ഡീറ്റെയിലിംഗ് അടക്കം, പിന്നെ ഫാബ്രിക് ആണ് യൂസ് ചെയ്തത്, ഇന്ന ഹാൻഡ് വർക്ക് ആണ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആരും അന്ന് ഉണ്ടായിരുന്നില്ല. 2018 എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനത് അത്രയും ഒരു സ്റ്റാൻഡില് ഒരു 10-20 കുർത്തി, എന്റെ കയ്യിൽ എന്തൊക്കെ കുർത്തി ഉണ്ടോ ഞാൻ ചെയ്തത് അത് അങ്ങോട്ട് നിരത്തിയിടും. എന്നിട്ട് ഞാൻ ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ളത്, ഇതിന്റെ ക്വാളിറ്റി ഇതാണ്, ഞങ്ങൾക്ക് ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 2 days നിങ്ങൾക്ക് ഡിസ്പാച്ച്. നമ്മൾ മറ്റേ വേറെ വേർഷൻ ആക്കി. കാരണം ഞാൻ ചിന്തിച്ചൊരു ലക്ഷറി വേർഷൻ ഞാൻ ചിന്തിച്ചൊരു കാര്യമുള്ളൂ. ഓക്കെ, എന്റെ കയ്യിൽ ഇത്രയും കുർത്തീസ് ഉണ്ട്, ഇത് എങ്ങനെ ജനങ്ങളെ അറിയിക്കണം, അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അതിൽ വലിയ ഫ്യൂച്ചർ ഒന്നും ചിന്തിച്ചിട്ടല്ല. എനിക്കിത് ഡെഡ് സ്റ്റോക്ക് വരാതെ പോകണം, ഞാൻ ചെയ്തത് നല്ല ഭംഗിയുണ്ട്, അത് ആളുകൾക്ക് ഇടുമ്പോൾ അതിന്റെ കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഞാൻ അങ്ങനെ ഫെയർ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, ഞാനൊരു മീഡിയം കോംപ്ലക്ഷൻ. എന്നെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാൻ എപ്പോഴാണ് കുറച്ചുകൂടി മെനയായി രണ്ട് കൂട്ടുകാരൊക്കെ കളിയാക്കി പറയും. അല്ല, ഞാൻ പറയുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താഗതിയിൽ അവരൊരു മോഡല്, പ്രൊഫഷണല്, നല്ല നിറമുള്ള കുട്ടികൾ, സ്ലിം ബ്യൂട്ടി, പ്രസന്റബിൾ ആയിരിക്കണം, ഭയങ്കര മേക്കപ്പ് കോൺഷ്യസ് ഒക്കെ, അങ്ങനെയൊക്കെയാണ് ആളുകൾക്ക്. പക്ഷെ ഒരു സാധാരണ ഒരു വീട്ടമ്മ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ആക്സെപ്റ്റൻസ് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ എനിക്ക് അന്ന് എന്തോ ഒരു തൊലിക്കെട്ടി ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ച പക്ഷെ വളരെ നല്ല രീതിയിൽ ഒരു നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് കിട്ടി. അവർക്ക് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഒരുവിധം പന്നയ്ക്ക് ചോദിച്ചാൽ അതേ, ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫിഗറും പോയി, 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട, അവരൊരു ഷേപ്പ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ അതേപോലത്തെ തന്നെ ഒരാൾ നിന്നിട്ട് ഈ ഒരു കുർത്തീനെ പറ്റി പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ചെറുതല്ലായിരുന്നു. പിന്നെ ആ ഒരു വിഭാഗം ആളുകളാണ് എന്നെ വളർത്തിയത്. അവർ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി എന്താണോ അതാണ് പ്രസന്റ് ചെയ്യുന്നത്. അല്ല, ഞാൻ സ്റ്റൈലിഷിന്റെ പേജ് ഫോളോ ചെയ്യാനുള്ള റീസൺ അതാട്ടോ. കാരണം ബാക്കി എല്ലാ പേജിലും മറ്റേ 0 സൈസുള്ള കുട്ടികളാണ് ഡ്രസ് ഇട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ചേരുവില്ല, നമ്മൾ ഇച്ചിരി നോക്കിയാണല്ലോ, അപ്പൊ നമുക്കത് ചേരുവില്ല എന്നുള്ള കൺഫ്യൂഷൻ. ഇത് തന്നെയാണ് എന്നോട് കസ്റ്റമേഴ്സും പറഞ്ഞത്. കാരണം അവർക്ക് ഞാൻ കൊടുത്തൊരു കോൺഫിഡൻസിന്റെ വാല്യൂ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഞാൻ സത്യം പറയാം, അതിനുവേണ്ടി ഒരു കിലോ പോലും ഞാൻ കുറച്ചില്ല. ഇതാണ് എന്റെ ഐഡന്റിറ്റി എങ്കിൽ ഇതാണ്. കാരണം എനിക്കത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തത്. കാരണം കുറെ പേർക്ക് അതുപോലെ ഫെയർ അല്ലാത്ത കുറെ പേർക്ക്, അതുപോലെ ബിസിനസ് തുടങ്ങിയിരിക്കുന്നവർക്ക്, അവരെന്നെ കണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തവരുണ്ട്, ഒരുപാട് പേര് ഇതിലേക്ക് ഇൻസ്പയർഡ് ആയി വന്നവരുണ്ട്. പക്ഷെ ഒരുപാട് കളിയാക്കലും കിട്ടിയിട്ടുണ്ട്. അതും പറയാം, പെയിൻഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വണ്ണം ഉണ്ടായിരുന്നു, വണ്ണം കുറെ, അങ്ങനത്തെ ഒരു പ്രകൃതമാണ് എൻ്റെ. പക്ഷെ നമ്മൾ ആ സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്യാണ്ട് കുറെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതെന്തപ്പോൾ ചെയ്യേണ്ട ആവശ്യം എന്താ, നിങ്ങൾക്ക് അവിടെ വിറ്റാൽ പോരെ, ഇത് ചെയ്യണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊക്കെ അവിടെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അങ്കമാലീനെ ഒരു സർക്കിളിലേക്ക് കൂട്ടിയിട്ടുണ്ടായില്ല. ഞാൻ ഇത് വേൾഡ് വൈഡ് അറിയണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം പലരും നമ്മൾ ഇല്ലാതാവണം, നമ്മളെ നശിപ്പിക്കണം എന്ന് ചിന്തിച്ച സമയത്ത് ഞാൻ ചിന്തിച്ചൊരു രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ അവരെയൊക്കെ മാറ്റി നിർത്തി. എൻ്റെ സ്ക്രീനിലേ ഇവരൊന്നുമില്ല, നമുക്ക് ആകെ ഒറ്റ ഫോക്കസേ ഉണ്ടായുള്ളൂ, എൻ്റെ ബ്രാൻഡ് അറിയപ്പെടണം. ഓക്കെ, നമ്മളൊന്നുമല്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് നമ്മളൊരു ഗോൾ ഞാൻ ഇട്ടു. അതിന്റെ മുമ്പിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമേ അല്ല. തൊലിക്കെട്ടി നമുക്ക് തൊലിക്കെട്ടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതിന് കൃത്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനു വേണ്ടി എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ശരി എന്ന ആൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ആളതിന് എന്ത് വില കൊടുത്തു എനിക്കിത് വാങ്ങി തരും. അല്ല, എനിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ എനിക്കത് ഫീൽ ചെയ്തു. ജിജേട്ടന് അടുത്തിരുന്ന് ജിജേട്ടൻ ഭയങ്കര പ്രൗഡ്ലിയാണ്, അതായത് ആൾ അതിൽ എൻജോയ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ. അതായത് എനിക്ക് ഒരു ബാധ്യതയാന്നുള്ള ലെവലിലല്ല, എൻ്റെ ഒരു ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ചു. പക്ഷെ നല്ല ചീത്തയും പറയും, തെറ്റ് കണ്ടാൽ നല്ലവണ്ണം വഴക്ക് പറയും, ഇതല്ല നീ ചെയ്യേണ്ടത് എന്ന് എനിക്ക് ആള് പറഞ്ഞാൽ മാത്രമേ തലയിൽ കയറുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേറെ ആര് ഇത് ചേട്ടാ മോളെന്ന് പറഞ്ഞാലും കേൾക്കൂല. അത് ചേട്ടൻ ഒന്ന് പറഞ്ഞാലാണ് അതിനൊരു അവസാന വാക്കായിട്ട് ഞാൻ എടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന നല്ലൊരു വ്യക്തി കൂടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു അസറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം എല്ലാം അവിടെ ഇരുന്നിട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റൈലിഷിനെ കാണാറ്. കാരണം ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് ആൾക്കറിയാം. എന്നാലും എൻ്റെ ആളുടെ പ്രസൻസ് വെച്ചിട്ട് ആളെല്ലാം എനിക്ക് ലീഡ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യം, നീ എന്താണെന്നുള്ളത് നീ പ്രൂവ് ചെയ്യുക, വേറെ ഒന്നും നീ നോക്കണ്ട, ആരെന്ത് വേണേ പറഞ്ഞോട്ടെ, എങ്ങനെ വേണമെങ്കിൽ തളർത്തിക്കോട്ടെ, നിനക്കുള്ള സ്ട്രെയിറ്റ് മാത്രം നോക്കുക, വേറെ ഒരു സൈഡിലേക്ക് നോക്കണ്ടെന്ന്. അതിൽ ഞാൻ വെച്ച് പിടിച്ചൊരു പോക്കാണ്. പിന്നെ ഞാൻ തെളിയിച്ചത് 2023 2023 ഞാൻ കറുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു പുതിയ ബിൽഡിംഗ് എടുത്തു. അപ്പോൾ അതിൻ്റെ അതായത് എനിക്ക് എക്സ്പാൻഷൻ എന്നുള്ള ലെവലിൽ എനിക്ക് 50 പേരെങ്കിലും മിനിമം പണിക്കാരില്ലാണ്ട് ഇത് മുന്നോട്ട് പോവില്ല എന്നുള്ള ലെവലിൽ ഓൾറെഡി നമുക്കൊരു 30+ ഉണ്ടായിരുന്നു. പക്ഷെ 50ലേക്ക് എത്താണ്ട് നമുക്ക് ആ ഒരു പ്രോഗ്രസ് കിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കറുകുറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ അഡ്ലക്സിന്റെ തൊട്ടൊരു ഹൈവേയോട് ചേർന്നിട്ട് തന്നെ നമ്മളൊരു ബിൽഡിംഗ് എടുത്തു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര സിമ്പിളാന്ന് വിചാരിച്ച്, പക്ഷെ സിമ്പിൾ അല്ല എന്നുള്ളത് നമ്മളുടെ ലൈഫ് തെളിയിച്ചു. കാരണം നമ്മൾ സാലറി കൊടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ദിവസമാണ്. മറ്റേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുബേരെല്ലാം തിരിയിരിക്കില്ല അവസ്ഥ, അന്ന് മാത്രം നമ്മൾ രാജാവാണ്. പക്ഷെ ബാക്കി എല്ലാ ദിവസവും നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതാണ് എല്ലാ ഓൺടർപ്രണേഴ്സും. ഞാൻ എന്നെ മാത്രമല്ല പറയുന്നത്, എല്ലാവരും നമ്മളൊരു സ്റ്റാഫിന് ചേർത്ത് നിർത്തുന്നതിന്റെ വേദന അത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ എനിക്കത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അത്രയും പേർക്ക് ഒരു ജോലി കൊടുക്കുക, അവരെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ചോദിക്കാൻ വരാനിരിക്കുകയായിരുന്നു. കാരണം ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നടത്തുന്നത്, ഒരു റീസെല്ലിംഗ് അല്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വേറെ സ്ഥലത്ത് പോയി ഹോൾസെയിൽ മേടിച്ചിട്ട് അത് ഒരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പൊ നമുക്ക് റീസെല് ചെയ്യാൻ നമുക്കൊരു ടേസ്റ്റ് ഇൻബിൽട്ട് ആയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്ലഡിൽ ഉണ്ടായാൽ മതി. ഇപ്പൊ ഒരു നല്ല സാരി കണ്ടു, നല്ല സൽവാർ കണ്ടു, അത് നമുക്ക് വാങ്ങി പിക്ക് ചെയ്ത് വരും. പക്ഷെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിൽ കണ്ട സാധനം എക്സിക്യൂട്ട് ചെയ്ത് അതേ ക്വാളിറ്റിയിൽ തന്നെ ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് അതൊരു വേറൊരു കഴിവാണ്. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികൾ. ജിജേട്ടൻ ആദ്യം സംസാരിച്ചപ്പോ പറയുകയും ചെയ്തു, ഇതിൽ തുടക്കം മുതൽ കൂടെ നിൽക്കുന്ന ആളുകൾ ഇന്നും ഉണ്ടെന്ന്. ഇവരെങ്ങനെ ഇത്രയും ചേർത്ത് നിർത്തി കൂടെ നിർത്തുന്നു? ഒന്ന് ലാംഗ്വേജ് പ്രശ്നമുണ്ട്, അവരുടെ കൾച്ചർ വ്യത്യാസമുണ്ട്, നമ്മളും അവർ തമ്മിൽ ഒരു രീതിയിലും ഒരു കണക്ഷൻ ഇല്ല. അവർ വർക്ക് ചെയ്യുന്നു പോകുന്നു, പക്ഷെ അവിടെ നിന്ന് ഇത്രയും ആളുകൾ എങ്ങനെ ഒരുമിച്ച് കൂടെ നിർത്തുന്നു? ഞാൻ അതിൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത്, അവർ വന്നിരിക്കുന്ന അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കണോ അതേ ഒരു ഫീലാണ് അവർ നമ്മളെ കാണുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അവർ അധ്വാനിക്കാൻ തന്നെയാണ്, നല്ലൊരു മനസ്സോടു കൂടി അവർ വന്നിട്ടില്ല. അവർക്ക് വേണ്ടത് അവർ അധ്വാനിച്ചതിന്റെ പൈസയാണ്. അത് കൃത്യം ഞാൻ കൊടുക്കും. ഞാൻ എനിക്കില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ എന്ത് കാർഡ് കൊടുത്തിട്ടാണെങ്കിലും അവരുടെ ഒരു പേയ്മെന്റിൽ ഞാൻ കുറവ് വരുത്തില്ല. അവർക്ക് വീക്ക്ലി പേയ്മെന്റ് കിട്ടുക, അവർ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല, ഞങ്ങളെ ഭയങ്കര കാര്യമാണ് അവർക്ക്. ഇന്നും ഞങ്ങളുടെ കൂടെ 8 വർഷമായിട്ടും അതിലെല്ലാവരും കൂടെയുണ്ട്. ഒരു മിനിമം ഒരു 12 പേരെങ്കിലും നമ്മളിപ്പോഴും കൂടെയുള്ളവരുണ്ട്. കാരണം അവരെൻ്റെ ഒരു അസറ്റാണ്. അവർ പറയുന്ന ഒരു കാര്യത്തിലുള്ള അവർക്ക് വേറെ ഓഫറുകൾ വരാതൊന്നുമല്ല. അവർക്ക് നമ്മൾ കൊടുത്തൊരു സ്നേഹവും കരുതലും, അത് പൈസ സാലറി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഞാൻ ഒരിക്കലും ഒരു അന്യസംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ ബംഗാളി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാറില്ല. കാരണം ഞാൻ കോയമ്പത്തൂര് ഞങ്ങൾ 7 വർഷം താമസിച്ചു. ഞങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികൾ. അവിടെ നമുക്ക് കിട്ടിയ ഒരു ട്രീറ്റ്മെന്റ്, ആ ഒരു ഇത് നമുക്കറിയാം അതിന്റെ പെയിൻ എത്രത്തോളം ഉണ്ടാവുന്നത്. അപ്പൊ അത് വരരുത് എന്ന് വിചാരിച്ച് ഞാൻ അവരെ അത്രയും കൂടെ ചേർത്ത് നിർത്തിയിട്ട് തന്നെയാണ്. ഇവൻ ഞങ്ങളുടെ യൂണിറ്റിൽ ഞാൻ ഒരിക്കൽ പോലും പേര് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബയ്യന്മാരെ പേര് വിളിക്കാൻ ഞാൻ പോലും ബയ്യ അല്ലെങ്കിൽ ചേട്ടാ, ബയ്യ ചേട്ടാ എന്നൊക്കെ വിളിക്കും, ഞാൻ അങ്ങനെയൊക്കെ വിളിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു സ്നേഹം ഇല്ലാണ്ട് ഒരു ഓർഡർലി ലെവലിൽ ഞാൻ നിൽക്കാറില്ല. എനിക്ക് അവരെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ പോലും ഫസ്റ്റ് ബൈസ്റ്റാൻഡർ ആയിട്ട് എൻ്റെ ബയ്യന്മാരുണ്ടാവുക. ചേട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് എത്തണ വരെ അവരെല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തോളൂ. എനിക്ക് യാതൊരു ടെൻഷനേ ഇല്ല അങ്ങനത്തെ കേസ്. കാര്യം എനിക്ക് മമ്മിയില്ല, പപ്പ തൃശ്ശൂരാണ്, എൻ്റെ 2 മക്കളുണ്ട്. ഇവരൊക്കെ അവിടെയൊക്കെ അവരുടെ സ്ഥലങ്ങളാണെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. കാരണം ഇവരൊക്കെ നോക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട്, എന്നെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കിടക്കും. പക്ഷെ അപ്പോൾ ഒരു ഹിന്ദിക്കാരാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും തരിക. അതേപോലെ തന്നെ അതേ രീതി തന്നെ ഞാൻ സ്റ്റാഫ് മലയാളീസ് ഉണ്ടെങ്കിൽ അവരോടും പറയും, ഇവരെ നിങ്ങൾ അങ്ങനെ കാണരുത്. നമ്മുടെ സ്റ്റൈലിഷിന്റെ 80% ഗ്രോത്ത് അവരുടെ കയ്യിലാണ്. അവർ ഏറ്റവും ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്തോ
അപ്പം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പിള്ളേരായാലും നമ്മളോട് പറയും. മാം, ഞങ്ങൾ പല ഷോപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ ഉള്ളവർക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട് നമ്മളോട്. ഞാൻ പറയാം, അത് നമ്മൾ കൊടുത്തതാണ് തിരിച്ചു കിട്ടുക. അപ്പം അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ രണ്ട് കാര്യമാണ് ഞാൻ അവരെ നോക്കാറ്. എനിക്ക് ഒരിക്കലും ഒരു ഭാരമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അവരെ നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ട്വിസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സൈലിഷ് നമ്മൾ പറഞ്ഞ പോലെ ഒരു കുറെ കഥകൾ പറഞ്ഞു. അങ്ങനെ സൈലിഷ് എന്നുള്ളൊരു ബ്രാൻഡ് ഡെവലപ്പായി. ഇപ്പൊ സൈലിഷില് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? ശരിക്കും ഞങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കുർത്തീസാണ്. കാരണം ഞാൻ കുർത്തിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ കുർത്തിയിലാണ് ഏറ്റവും കംഫർട്ടബിൾ. ഇത് തന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ഒരു ചട്ടക്കൂടിലിരുത്തിയേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കുർത്തീസാണ്. കാരണം ഞാൻ ഭയങ്കര കംഫർട്ട് നോക്കുന്ന ഒരാൾ ഡ്രസ്സിങ്ങിൽ. എനിക്കൊരു മിനിറ്റ് എൻ്റെ ഡ്രസ്സ് ഒരു ഭാരമാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ. അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കംഫർട്ട് ലെവലിൽ കുർത്തീസാണ്. അതിന് ഒരു കുർത്തി എടുത്തിടുന്നു, ഒരു പാൻസ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒരു ദുപ്പട്ട, ഇത്ര ലെവലിൽ സിമ്പിളായിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നിലും കോൺസെൻട്രേഷൻ ഈ 8 വർഷവും കൊടുത്തിട്ടില്ല. എൻ്റെ പ്യുവർലി ഞാൻ കുർത്തി പ്രൊഡക്ഷൻ മാത്രമായിട്ട്, അതും ക്ലാസ് ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ട്, ചിലർക്ക് ഇപ്പോൾ പറയില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ പോലും കിട്ടാത്ത നല്ല കിടിലം പാറ്റേൺസ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വരാനിരിക്കുന്നത്. കാരണം പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് അല്ല, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പൊ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് വന്നു, അല്ലെങ്കിൽ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുകയാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ മാച്ചായി? ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന നിർബന്ധമില്ല. പക്ഷെ പഠിച്ചാൽ അത് ഹെൽപ്ഫുള്ളാണ്. എന്നാൽ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റൈൽസ് കൊണ്ടുപോകാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു പാഷനും എഞ്ചിനീയറിംഗ് കൂടി ഞാൻ മിക്സ് ചെയ്തു. ശരിക്കും എൻ്റെ എഞ്ചിനീയറിംഗ് മാത്സും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമാണ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിനെ കൊണ്ടുപോകണം. അടിപൊളി. അത് പലരും പറയും നമ്മൾ പഠിച്ചത് ആവശ്യമില്ല, പക്ഷെ എനിക്കത് പ്യുവർലി അത്ര യൂസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ വിഷ്വലൈസ് ചെയ്യും, ഇതിൻ്റെ ഔട്ട് ഇതാണ്. ആ സാധനത്തിൽ നിന്ന് നമ്മൾ കറക്റ്റ് റീവർക്ക്, അതായത് എന്താ പറയുക, റീ എഞ്ചിനീയറിംഗ് ചെയ്ത് അതിൻ്റെ ഇൻപുട്ട് എന്താണെന്നാണ് ഞാൻ എൻ്റെ ഡിസൈനേഴ്സിന് കൊടുക്കാറ്. അതിൽ നിന്നാണ് അവരത് കറക്റ്റായിട്ട് ഫോം ചെയ്ത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സൈലിഷിൽ ഒരു പ്രീ ബുക്കിംഗ് ഒരു പ്രൊഡക്റ്റ് കാണിച്ചാൽ കസ്റ്റമറിൻ്റെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന സൈസിൽ വിത്ത് യോക്ക് ലെങ്ത്ത് എല്ലാ കോൺസെപ്റ്റും കറക്റ്റ് ഫിറ്റിങ്ങിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ എഞ്ചിനീയറിംഗ് ആണ്. കാരണം അത് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇത് എപ്പോഴും അത് യൂസ് ചെയ്യുന്നു, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയത് എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. മേ ബി ഞാനൊരു ബൊട്ടിക് റീസെല്ലിംഗ് ആയിരുന്നെങ്കിൽ എനിക്കത് ആവശ്യമില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഒരു നല്ല സാരി ഇഷ്ടമായി വാങ്ങി വിറ്റാൽ മതിയായിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ കേപ്പബിൾ ആയിരിക്കേണ്ട ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി നല്ല ബോധ്യം വേണം. ഇതെന്തായിരിക്കും എന്നുള്ളതും ബോധ്യം വേണം, എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളതും ബോധ്യം വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ ഡിഫൈൻ ചെയ്ത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ എഞ്ചിനീയറിംഗ് തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരു ഫാഷൻ എഞ്ചിനീയർ ആണെന്ന് പറയാം. ഫാഷൻ എഞ്ചിനീയർ എന്ന് കേൾക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. കാരണം ആരും അത് ചിന്തിക്കാറില്ല. എല്ലാവർക്കും പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമാണ്. എനിക്ക് ഭാരമൊക്കെ തന്നെ ഇടില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ലോസുകൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. ഇപ്പം നമുക്ക് വാങ്ങി വിറ്റാൽ ആ വിറ്റേൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ നഷ്ടമേ വരുള്ളൂ. പക്ഷേ നമുക്ക് ഉണ്ടാവാൻ പോണ പ്രൊഡക്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ ട്രയൽ ആൻഡ് എററാണ് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ലോസസ് സംഭവിക്കാം. പക്ഷെ ആ ലോസസ് എന്താകും എന്നുള്ളത് പ്രീ ഡിഫൈൻ ചെയ്ത് അത് ഒഴിവാക്കാൻ കഴിവുണ്ടാവണം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുന്ന ആൾക്ക്. അതിലാണ് അതിൻ്റെ എന്താ പറയുക എനിക്ക് ആ എഞ്ചിനീയറിംഗ് യൂസ്ഫുൾ ആയത്. ഇപ്പോൾ പ്രിമ പറഞ്ഞതുപോലെ ഒരുപാട് പെയിൻ സഹിച്ച് ഒരുപാട് റിസ്കുകൾ എടുത്ത് ഒരുപാട് കളിയാക്കലുകളിൽ നിന്നും ഒക്കെ ഒരു വാശിയുടെ പുറത്താണ് പ്രിമ എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണർ, ഒരു ഫാഷൻ ഓൺട്രപ്രണർ ഉണ്ടായി വരുന്നത്. ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവും. പ്രിമയോട് ഞാൻ ചോദിക്കുകയാണ്, ലൈഫിലെ പ്രൗഡ് മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്നോട്? എൻ്റെ പ്രൗഡ് മൊമെന്റ് എനിക്ക് എൻ്റെ അപ്പച്ചന് കൊടുത്തൊരു വാക്കാണ്. കാരണം 2018 ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയപ്പോൾ പുച്ഛത്തിൻ്റെ പുച്ഛായിരുന്നു അപ്പച്ചന്. കാരണം വെച്ച് കഴിഞ്ഞാൽ പപ്പ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു ലോക്കൽ പരിപാടി, ഒരു ബിസിനസ് നടത്തുക, ഒരു ടെക്സ്റ്റൈൽ നടത്തുക, ഇത്ര വലിയ സംഭവമുള്ള കേസൊന്നുമില്ല. കാരണം അപ്പച്ചൻ മാഷാണ്. അപ്പച്ചൻ ഒരു ഗവൺമെൻറ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ അത് ചിന്തിക്കണം. അവരെല്ലാം പ്രയോറിറ്റീസ് അങ്ങനെയായിരിക്കും. അപ്പം അതിൽ എന്നോട് പറഞ്ഞിട്ട് പോയി, നീ ഇത് ഷട്ടർ ഇട്ടോ, ഇതൊന്നും അല്ല ഞാൻ നിന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്, നിന്നെ പഠിപ്പിച്ചതൊന്നും ഇതിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു സാരില്ല. അപ്പം എനിക്ക് മനസ്സിലായി അപ്പം നല്ല വിഷമമുണ്ട്, ഞാനിങ്ങനെയൊക്കെ ആയതിൽ നല്ല സങ്കടമുണ്ട്. ഞാനൊരു 3 കൊല്ലത്തേക്ക് നല്ല ബ്രേക്ക് എടുത്തു. അപ്പനായിട്ട് ഞാൻ വലിയ മിണ്ടാട്ടത്തിന് പോയില്ല. കാരണം ഇതിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് 2023 ഞാൻ കറൂറ്റിയിലെ പുതിയ ബിൽഡിങ്ങിലേക്ക് ഞാൻ മാറിയപ്പോൾ വെഞ്ചിരിക്കണമല്ലോ. അപ്പം എനിക്ക് അപ്പനില്ലാണ്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെഞ്ചിരിക്കാൻ വേണ്ടി അപ്പച്ചനെ വിളിച്ചു. വെഞ്ചിരിപ്പ് നടക്കുകയാണ്. അപ്പം കയറി വന്നപ്പോൾ ഒരു കൂട്ടം ജനം, ഒരു 10-60 പേര് നിൽക്കുകയാണ്. അപ്പം ആകെ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ നിന്റെ പണിക്കാരാ എന്ന് ചോദിച്ചു. എന്താപ്പാന്ന് ചോദിച്ചു.
എടുത്ത വഴിക്ക് അപ്പൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കൃത്യമായിട്ട് സാലറി കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞേ അതെന്ത് ചോദ്യമാണ് അപ്പൊ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല എനിക്ക് അറിയണമല്ലോ നീ ഇത് പറയുന്നത് സത്യമാണോ എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര സപ്പോർട്ടായിരുന്നു സ്റ്റാഫ് എല്ലാവരും ഒരേ വാക്കിൽ പറഞ്ഞു കൃത്യമായിട്ട് സാലറി തരുന്നത് ഞങ്ങളുടെ മാമാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും എവിടെയും ഞങ്ങളെ കളയാറില്ല. അവരാ വാക്ക് പറഞ്ഞപ്പോ അപ്പച്ചനുണ്ടായ കണ്ണും നിറഞ്ഞതും അതുപോലെ അപ്പം ഭയങ്കര സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോഴാടി എനിക്കൊരു വിശ്വാസമായത് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വാചകം കൂടി എന്നോട് കൂട്ടിച്ചേർത്തതാണ് എൻ്റെ ജീവിതത്തിൽ പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഞാൻ പറയാം. എന്നോടൊരു വാചകം പറഞ്ഞു, ഇതെന്നും നീ ഇതുപോലെ ചെയ്യണം, കാരണം നിനക്കില്ലെങ്കിലും നീ അവരുടെ കാര്യങ്ങൾ പ്രതീക്ഷ തെറ്റാതെ നീ ചെയ്യണം. കാരണം ഞങ്ങളും ഇതുപോലൊരു സാലറീഡ് പേഴ്സൺ ആയിരുന്നു, ഞങ്ങൾ നിന്നെ വളർത്തിയത് ആ സാലറീനെ വെച്ചിട്ടാണ്. അപ്പം ഇതുപോലെ അവരും ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ സാലറി മുടങ്ങാതെ നീ ബിസിനസ് ചെയ്യാൻ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് ഇറങ്ങിയാൽ മതി. അത് നീ അത്യാവശ്യം അച്ചീവ് ആയെന്ന് വിചാരിക്കുന്നു, ഇനി എല്ലാം നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച ആ ഒരു നിമിഷമാണ് അനുഗ്രഹം തന്ന നിമിഷം. കാരണം അത്രയും നാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിന് നമ്മള് ചേർത്തപ്പോ അത് ഞാൻ പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അപ്പച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നൊക്കെ അപ്പച്ചൻ പറയും ഇവളുടെ കടയിൽ ഭയങ്കര വിലയാണ്. പിന്നെയാണ് അപ്പച്ചന് മനസ്സിലായത് ഇതിന്റെ ഉള്ളിൽ ഇത്രയും പേർക്ക് അവള് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പച്ചൻ ചോദിച്ചായിരുന്നു എനിക്കും ചോദിക്കാനില്ല, കടയില് ഭയങ്കര വിലയാണല്ലോ, ഇത്രയും വില കൂടി സാധാരണ ഓൺലൈൻ എന്ന് പറയുമ്പോൾ വില കുറച്ച് വിൽക്കുന്നതാണ്. അവിടെയാണ് സ്റ്റൈലിഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാണത്? നല്ല ഭംഗിയാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഡിസൈനേഴ്സ്, നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നല്ല ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ള നമ്മുടെ വർക്കേഴ്സ്, അവരൊരു സ്ഥാപനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ആനുപാതികമായിട്ട് അവരെല്ലാ കാര്യങ്ങളും നമ്മൾ വളർച്ചയിലും നമ്മൾ തടസ്സമാവരുത്. നമുക്ക് അവർ തരുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസും അവരുടെ സ്നേഹവും കെയറും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ ഒരു നല്ല പ്രൊഡക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല റോ മെറ്റീരിയൽ വേണം, നല്ല ക്വാളിറ്റി ഉള്ള ഫിനിഷിംഗ് ഉള്ള വർക്കേഴ്സ് വേണം, നല്ല ഡിസൈനേഴ്സ് വേണം, എല്ലാം. ഇതിപ്പോൾ സ്റ്റൈലിഷിൻ്റെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇഷ്ടം പോലെ ഷോപ്സ് കോപ്പി ചെയ്യുന്നുണ്ട്. അവർക്ക് കോപ്പി ചെയ്യാൻ അവർക്കൊരു ഡിസൈനേഴ്സിനെ വെച്ചാൽ പറ്റില്ലേ? അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ഇത്ര വിലയുള്ളോ എന്ന് പറയാൻ പറ്റും. അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ അവരത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴോ നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ഒരു ഡിസൈൻ ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ വേറൊരാളെ തലയിൽ വിരിഞ്ഞ സാധനമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവണം എന്നില്ല, നമ്മൾ ചിലപ്പോൾ ട്രയൽ ആൻഡ് എറർ ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ ഒരു ടീം അതിന് വേണ്ടി ഇടുന്ന ഒരു എഫേർട്ടിന് അത് പെയ്ഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി അത്രയും നല്ലൊരു ക്രൂ അവിടെ വർക്ക് ചെയ്യുന്നു. പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചനെ അറിയില്ലായിരുന്നു ആദ്യം. അതായത് നമ്മൾ എല്ലാവർക്കും വാങ്ങി വിൽക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പലരുടെയും മനസ്സിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം അഭിപ്രായം പറയാൻ ആർക്കും പറ്റും, പക്ഷെ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായി എന്ന് ഒരു മനുഷ്യനും ചിന്തിക്കില്ല. പ്രത്യേകിച്ച് സ്റ്റൈലിഷിന്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം 80% എന്ന് പറയാം, 100 എന്ന് ഞാൻ പറയില്ല, 80% അവിടുത്തെ ഡിസൈനേഴ്സും ഞാനും കൂടി ഇരുന്ന് സ്കെച്ച് ചെയ്ത് അതിന് വേണ്ടി 100% എഫേർട്ട് ഇടുന്ന ഒരു ടീമാണ്. നമ്മൾ നല്ല ഡിസൈനേഴ്സിനെ വെച്ചിട്ടുണ്ട്, നല്ല ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ള നല്ല വർക്കേഴ്സ് ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, വിത്ത് ഓൾ കമ്പനി ബെനിഫിറ്റ്സ്. നമ്മൾ അവരെ നല്ലൊരു കമ്പനി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മളൊരു ഓക്കെ ഇന്ന് വന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തു അങ്ങനെയുള്ള ഒരു രീതിയല്ല. നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ അവർക്ക് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമ്മൾ ഒരു പ്രോപ്പർലി കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു ഡിസൈൻ വന്നു, എനിക്കത് 1000 ചെയ്യാൻ 2000 പുറത്ത് നമുക്ക് യൂണിറ്റിൽ കൊടുത്ത് ചെയ്യിപ്പിക്കാം. പക്ഷെ എനിക്ക് അതിൽ ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇത് നല്ലതാണ്, ഇതല്ലെങ്കിൽ ഫിറ്റിംഗ് കറക്റ്റ് ആവും. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ ചെയ്ത് പോകാമെന്നല്ലാതെ അതിൻ്റെ അറ്റ്മോസ്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് വരണമെങ്കിൽ നമ്മളുടെ സൂപ്പർവിഷൻ മസ്റ്റായിട്ട് വേണം. ഇപ്പം ഞങ്ങളുടെ ഇത് 13 ഡിസൈനേഴ്സ് ഉണ്ട്. 13 ഡിസൈനേഴ്സ് നടന്നാണ് ഓരോ പീസും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 100% നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിലും 99% നമ്മൾ അതിൽ സക്സസ് ആണ്. പക്ഷെ നമുക്ക് മനുഷ്യനല്ലേ എറേഴ്സ് വരാം. പക്ഷെ ഞാൻ പറയുന്ന കേസ് അങ്ങനെ ഉറപ്പുണ്ടോ? നമുക്കിപ്പോൾ ഞാൻ ബഡ്ജറ്റ് ബൈ നടത്തി അതായത് പൊട്ടിപ്പൊളിഞ്ഞ ആളാണ് ഞാൻ. ലില്ലോറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഞാൻ ചെയ്തിരുന്നു. എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിൽക്കണം, കാരണം എൻ്റെ ഉള്ളിൽ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് എനിക്ക് ഫീൽ ഉണ്ട്. ഞാൻ എങ്ങനെയാണ് ഒരു ലോ റേറ്റിൽ അതാണ് സംഭവം, ഇതാണ് ഭയങ്കര സംഭവം കുർത്തി എന്ന് പറഞ്ഞ് വിൽക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ജെന്യൂനിറ്റി അത് സമ്മതിക്കാറില്ല. നമുക്ക് ആസ് യൂഷ്വൽ ഒക്കെ പർച്ചേസ് ചെയ്യാം, അത് ഉപയോഗിക്കാം എന്നല്ലാതെ ഇതാണ് സംഭവം അല്ലെങ്കിൽ ഇതിൽ ഇത്ര ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ സ്റ്റൈലിഷ് എനിക്കൊരു കുർത്തി എത്താൻ ഞാൻ വാചാലയാണ്. കാരണം അതിൻ്റെ ഫ്രം ദ സ്ക്രാച്ച് ടു ആ ഡിസൈൻ എങ്ങനെ ആയി എന്നുള്ളത് എനിക്കറിയാം, എൻ്റെ ടീമിനറിയാം, അതെങ്ങനെ അത് ഡെവലപ്പ് ചെയ്യും. ഒരു പ്രൊഡക്റ്റിന് ഒരു സ്റ്റോറി ഉണ്ടല്ലേ. കറക്റ്റായിട്ട് എല്ലാ ഡിസൈനേഴ്സ് അതിൻ്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി അവർ ഓടി നടന്ന ഒരു ടീമാണ്. അപ്പം അത് നോക്കി കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ ആർക്കും പറ്റും.
പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ അത് പ്രൈസുമായിട്ട് ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. അപ്പം അത് പക്ഷെ മനസ്സിലാക്കാൻ ജനം കുറച്ച് സമയമെടുക്കും. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. മാക്സിമം നമ്മളെപ്പോഴും നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, ബാക്കിയെല്ലാം താനെ വന്നോളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്റ്റൈലിഷ് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര റേറ്റ് കൂടുതലാണെങ്കിലും 2.5 മാസം കാത്തിരിക്കേണ്ട വന്നാലും ആൾക്കാർ തയ്യാറാണ് സ്റ്റൈലിഷിൽ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം എൻക്വയറി എടുത്തപ്പോൾ 2.5 മാസം വെയിറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. കാരണം എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ എന്നിട്ടും ഈ കസ്റ്റമേഴ്സ് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. നമ്മുടെ ഫോളോവേഴ്സ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെയിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ഒരു സെയിൽസിനെ പ്രേമ വിശ്വസിക്കുന്നത്? എൻ്റെ സെയിലിൻ്റെ കാരണം എനിക്ക് ആക്ച്വലി ഞാൻ നേരിട്ട എൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാൻ പറയാം, ഞാൻ 2018 ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലരും കളിയാക്കിയ ഒരു പോയിന്റാണ്, എന്തിനാണ് ഒരു ഓൺടർപ്രണർ വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓണർ വന്നിട്ട് ഈ വീഡിയോ ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഏറ്റവും ട്രസ്റ്റഡ് ക്വാളിറ്റി എന്താണെന്ന് അവരെ ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അന്ന് ചെയ്ത ആ ട്രസ്റ്റാണ് ഇന്നും ജനങ്ങൾ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും നമ്മൾ സ്റ്റിൽ ഇപ്പം ഞാനൊരു മോഡലിനെ വെച്ചാൽ ചെയ്യുന്നത്, എന്നിട്ട് പോലും പ്രംചേച്ചി ഒന്നിട്ടിട്ട് ഫോട്ടോ അയക്കാവോ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതായത് അവരുടെ ഉള്ളിലേക്ക് അവരെന്നെ അത്രയും സ്നേഹിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ എന്നെ ആവില്ല, എൻ്റെ പ്രൊഡക്റ്റിനെ ആയിരിക്കാം, പക്ഷേ എനിക്ക് കിട്ടിയ ആക്സെപ്റ്റൻസും എൻ്റെ ട്രസ്റ്റുമാണ് എൻ്റെ സെയിൽസിൽ ഭയങ്കര ഗ്രോത്ത് എന്ന് പറയുന്നത്. കാരണം ഞാൻ എപ്പോഴും അതിൽ എന്താ പറയുക 100% ഞാൻ ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ ഒരു കാര്യത്തിൽ. കാരണം നമുക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി നല്ല ബോധ്യം വേണം. അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ ക്ലോത്ത് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുള്ള ഒരു ഓണർക്ക് മാത്രമാണ് നമുക്ക് എന്താ പറയുക നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ നീഡ് എന്താണെന്ന് അറിയുള്ളൂ, അവർക്ക് എന്താണ് അവർക്ക് ഡിസയർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആ റിസൾട്ട് തന്നെയാണ് ഇന്ന് സ്റ്റൈലിഷിൻ്റെ സക്സസ്. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ മനസ്സിൽ ആഗ്രഹമുള്ള നല്ല ഫിറ്റിങ്, ഫിനിഷിങ്, ക്വാളിറ്റി, ഫീല്, കംഫർട്ട് എല്ലാം കൊണ്ടും മിക്സാക്കി നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയാണ്. അതാണ് നമ്മുടെ സെയിൽസിന്റെ സക്സസും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്റ്റാൻഡിൽ ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാനൊരു ആരും അങ്ങനെ ചെയ്യാറില്ല, ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് 20-30 എണ്ണം ഒരു സ്റ്റാൻഡിൽ നിന്നിട്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് വർഷം മുന്നേ തന്നെ ഞാൻ 2018 മുതൽ തന്നെ ഒരു ഡിസൈനിന്റെ 15-20 എണ്ണമൊക്കെയാണ് 6000-7000 രൂപയുടെ കുർത്തീസ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എനിക്ക് കസ്റ്റമറും സർവശക്തനായ ദൈവവും ഈ രണ്ടുപേരുടെയും ഒരു എന്താ പറയുക നല്ലൊരു ബ്ലെൻഡ് ആയിട്ടുള്ള നല്ലൊരു ഫീല് തന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നും അത് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കഴിവൊന്നും മാത്രമല്ല ഞാൻ പറയണത്, എൻ്റെ ടീമും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരുടെയും ഒരു മാസ് സപ്പോർട്ട് ഉണ്ട് അതിനകത്ത്. ഒറ്റ വാക്കിൽ സ്റ്റൈലിഷ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സ്റ്റൈലിഷ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്യുവർലി ട്രസ്റ്റഡ് ജെനുവിൻ പ്രീമിയം ഓൺലൈൻ ബുട്ടിക്. അടിപൊളി. ആരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം 8 വർഷമായിട്ട് ഞാൻ ഇന്നും കസ്റ്റമറിനെ നമ്മൾ ഓഫ്ലൈൻ വാക്കിൻ ഇല്ല, നമ്മൾ ഓൺലൈനിൽ തന്നെയാണ്. കുറേ പേര് കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷമാണ് ഓൺലൈൻ ബൂമായെന്ന് പറയും. പക്ഷെ ഞാനിത് അന്നേ ചെയ്തിരുന്നൊരു കാര്യമാണ്. അന്നും എനിക്ക് ഷോപ്പില്ലായിരുന്നു, ഇപ്പോഴും എനിക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ യൂണിറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വരുന്നവർക്ക് വെൽക്കം, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു ഷോപ്പായിട്ട് സർവീസ് കൊടുക്കാറില്ല. എന്നും നമ്മൾ ഓൺലൈനിലാണ് നമ്മളുടെ സർവീസും, അതും സൂപ്പർ കസ്റ്റമർ സർവീസ് ഞാൻ എൻഷുർ ചെയ്തിട്ടാണ് എപ്പോഴും പോവാറ്. അതും നമ്മുടെ ഒരു കുട്ടികളുടെ ഭയങ്കര കഴിവാണ്, അവർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ യാത്ര ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. സ്റ്റൈലിഷും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വളരട്ടെ. എല്ലാം എന്താ പറയാ നന്നായി കാണുന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാനും. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ചെറുതല്ല, പക്ഷെ അത് ഇനിയും നല്ല രീതിയിൽ പോകും, ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ ഇനിയുള്ള യാത്രയിൽ. ഇപ്പൊ ഞങ്ങൾക്ക് വളരെ പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ഒരുപാട് പേര് ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന അവരുടെ ആദ്യത്തെ ബ്രാൻഡ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. പ്രിമയുടെയും ആദ്യത്തെ സ്റ്റോറി പറയാൻ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന അവസരം വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ നോക്കിക്കാണുന്നു. മുന്നോട്ടുള്ള യാത്രയിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇന്ന് നമ്മളൊരു ബിടെക്കുകാരിയുടെ ഒരു എംടെക്കുകാരുടെ കഥ കേട്ടു. ഒരു വീട്ടമ്മയായിട്ട് 2 കുട്ടികളെ നോക്കി വീട്ടിലിരുന്ന് പോയേക്കാവുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇന്ന് ലോകം അറിയുന്ന ഒരു ബ്രാൻഡ്, ലോകത്തെ എല്ലായിടത്തും കസ്റ്റമേഴ്സിൽ ഒരു സ്റ്റൈലിഷ് എന്ന് പറയുന്ന വലിയൊരു സ്റ്റൈലിഷ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത പ്രിമ എന്ന വനിതാ സംരംഭകയുടെ നമുക്ക് എല്ലാവർക്കും പ്രിമയുടെ ജീവിതം ഒരു പാഠമായി തന്നെ എടുക്കാം. എത്ര പ്രതിസന്ധി വന്നാലും നമുക്കുള്ള ആ ഒരു വാശി അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളം നമ്മളെ ഏത് ഉയരത്തിൽ എത്തിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് പ്രിമ. അപ്പൊ ഈ യാത്ര ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.